എൻ്റെ പേര് സുഹേല്. എൻ്റെ പേര് ജസ്റ്റിൻ. ഇവൻ അർജുനനെ ഒരു ദൈവത്തെ പോലെ കാണുന്നത്. സത്യം കിട്ടും. പ്രൂഫ് കാണണോ? 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 ബ്രോയുടെ ഫോട്ടോ ആണ് ഞാൻ വാൾപേപ്പർ ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോ എനിക്കത് മാറ്റാലോ എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തല്ലോ, കണ്ടോ? വാൾപേപ്പർ കാണിച്ചു. ക്യാമറ ഫോക്കസ്, ക്യാമറ ഇത് കണ്ടോ? ഇതാണ് ഇവന്റെ വാൾപേപ്പർ. ആശാന്റെ വീഡിയോയ്ക്കകത്തൊരു മെസ്സേജ് ഇല്ല. മെസ്സേജ് ഉള്ള വീഡിയോ ചെയ്യണമെന്ന് ഒരു പറച്ചിലൊക്കെ ഉണ്ട്. മെസ്സേജ് ഇല്ല അല്ലേ? എന്നാ നല്ലൊരു മെസ്സേജ് കൊടുക്കാം. ഈ MDMA ഒക്കെ കുത്തിക്കയറ്റി നിവൃത്തിയില്ലാതെ കഴിച്ചു നടക്കുന്ന മലമൈരന്മാരോടൊക്കെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. വല്ല ഉയരമുള്ള കൊന്നത്തെങ്ങിന്റെ മുകളിലോട്ട് കയറിയിട്ട് ഓല വഴി ഊർന്ന് താഴേക്ക് ചാടുക. എന്നിട്ടും കഴപ്പ് മാറിയില്ലെങ്കിൽ ആമസോൺ കാട്ടിലെ ആമവാദം പിടിച്ച ആമയുടെ അണ്ടി 5.5 ഇഞ്ച് കൂട്ടി ആവണക്കണ്ണയിൽ മൂപ്പിച്ചിട്ട് എംസാൻഡ് കൂട്ടി കോതമംഗലത്ത് തേച്ചിട്ട് അമരാവതി എക്സ്പ്രസിന് തലവെക്കുക. ഏറ്റവും ഇഷ്ടമുള്ള സാധനത്തിൽ ഞാൻ അതിനെ വലിച്ച് കീറി കത്തിക്ക് വേണ്ടി എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വലിച്ച് കീറും. ഞാൻ അതിനെ കീറും. ഞാൻ കെട്ടി തൂക്കിയിടും. ഏറ്റവും മണ്ടേ ഞാൻ കെട്ടി തൂക്കിയിടും. എന്ത് കീറും? നീ രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ എന്ത് നീ രാത്രി ഉറങ്ങി കിടക്കും ഷഡ് കീറുമായിരിക്കും. ഷഡിൽ ഇടൂലല്ലോ, പിന്നെ പറഞ്ഞിട്ട് കാര്യം. അപ്പൊ അത് നിനക്ക് എങ്ങനെ അറിയാം? അത് ഞാൻ കാണുന്നുണ്ട് രാത്രി കിടക്കുമ്പോ. ഈ കളറിലുള്ള ഒറ്റ ഷഡ്ഡി മാത്രം നിനക്കുള്ളൂ. ഇതും ബ്ലാക്ക് കളർ കൂടെ ചേർന്നത്. അത് മാത്രം നീ വല്ലപ്പോഴും ഇടുന്നത്. ബ്രോ, ഒരു ദിവസം ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ സ്ലീപ്പ് ഓവർ ഇപ്പൊ കഥ വരും. ഇപ്പൊ സ്ലീപ്പ് ഓവറിനായിട്ട് പോയി. കുറച്ച് നൈറ്റ് ആയപ്പോൾ അവന്റെ ചേച്ചി അവനെ വന്ന് വിളിച്ചു എന്തോ പറയാൻ. എന്നിട്ട് അവൻ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ തിരിച്ചു വന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോയി. കുറെ നേരം കഴിഞ്ഞ് അവനെ കണ്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം എന്ന് വിചാരിച്ചു പോയി. ടോയ്ലറ്റിൽ ഒന്നും അവനെ കണ്ടില്ല. അത് തന്നെ അവന്മാരുടെ കഥ എങ്ങോട്ടാ പോകുന്നത് നമുക്ക് മനസ്സിലായി. ടോയ്ലറ്റിൽ ഒന്നും അവനെ കണ്ടില്ല. ഞാൻ ആകെ പേടിച്ച്. പിന്നെയുള്ള റൂമിലൊന്നും ഞാൻ ആരെയും കണ്ടില്ല. എന്നിട്ട് അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ അവൻ അവിടെ ചേച്ചിയുടെ കൂടെ ഒളിച്ച് തിന്ന് ഞാൻ അവരുടെ കൂടെ കൂടി.